മെയ് മാസം 1-ാം തീയതി സാർവദേശീയ തൊഴിലാളി ദിനമാണ്. ഈ സാർവദേശീയ തൊഴിലാളി ദിനം തൊഴിലാളികൾക്ക് കരുത്തും ആവേശവും ലോകമെമ്പാടും പകരുന്ന ഒരു ദിനം കൂടിയാണ്. അന്ന് തൊഴിലാളികൾ എല്ലാം തന്നെയും തന്റെ തൊഴിലിടത്തും അതേപോലെ തന്നെ നഗരങ്ങളിലും ഒക്കെ തന്നെയും റാലി സംഘടിപ്പിച്ച് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്താറുമുണ്ട്. കലണ്ടറിലെ മെയ് 1-നെ ചുവപ്പിച്ചത് തൊഴിലാളികളും മനുഷ്യരാണെന്ന് മുതലാളിമാരെയും ഭരണകൂടത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും ഓർമ്മപ്പെടുത്തിയ തൊഴിലാളി നേതാക്കന്മാരുടെയും തൊഴിലാളികളുടെയും രക്തമാണത്. 1886-ലായിരുന്നു ഇന്ന് നമ്മൾ തൊഴിലാളി ദിനമായി ആചരിക്കുന്ന തൊഴിലാളികളുടെ സമരത്തിന്റെ ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്. അന്ന് തൊഴിലാളികളുടെ ജീവിതമോ ജീവിത സാഹചര്യമോ തൊഴിലോ അടിമത്തം നിറഞ്ഞതായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഒരുപക്ഷെ അന്നത്തെ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കൊടിയ പീഡനങ്ങളെ ഇന്നത്തെ തലമുറയ്ക്ക് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ സങ്കീർണ സാഹചര്യങ്ങളെ ശരിയായിട്ടുള്ള രീതിയിൽ വിലയിരുത്തിക്കൊള്ളണമെന്നില്ല. ഇന്നത്തെ തൊഴിലാളി ആയിരുന്നില്ല അന്നത്തെ തൊഴിലാളി. 1886-ലെ തൊഴിലാളി എന്ന് പറഞ്ഞാൽ അടിമ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 24 മണിക്കൂറും ജോലി ചെയ്യപ്പെടുന്ന തൊഴിലാളിയായിരുന്നു അന്നത്തെ തൊഴിലാളി എന്ന് പറയുന്നത്. അവന് മെച്ചപ്പെട്ട രീതിയിലുള്ള വസ്ത്രം ധരിക്കുവാനോ ഭക്ഷണം മേടിക്കുവാനോ മെച്ചപ്പെട്ട ജീവിത നിലവാരം പുലർത്തുവാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ അടിമ എന്ന ഒറ്റ വാക്കിനെ അടയാളപ്പെടുത്തിയിരുന്നത് തൊഴിലാളി എന്നായിരുന്നു. 1848-ലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മാർക്സും ഏംഗൽസും തൊഴിലാളികളോട് ശക്തരാകുവാൻ പറയുന്നത്. സർവ്വരാജ്യ തൊഴിലാളികളെ ശക്തരാകുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ എന്ന്. അതിൻ്റെ ഒത്തിരി പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കൈവിലങ്ങുകൾ അല്ലാതെ, നിങ്ങളെ തേടിയിരിക്കുന്നതോ പുതിയൊരു ലോകവും എന്നായിരുന്നു. ഇതായിരുന്നു യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആഹ്വാനവും. അന്നത്തെ തൊഴിലാളികളുടെ തൊഴിൽ ജീവിത സാഹചര്യങ്ങളെ അത്രമേൽ അർത്ഥപൂർണമാക്കി അടയാളപ്പെടുത്തിയ മറ്റൊരു മുദ്രാവാക്യവും ഇന്നോളം പിറന്നിട്ടും ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അമേരിക്കയിലെ ഷിക്കാഗോ തെരുവില് 1886-ല് ഒരു തൊഴിൽ സമരം നടക്കുവാൻ ഇടയുണ്ടായത്. അന്ന് തൊഴിലാളികൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തപ്പോൾ അന്ന് ഉയർത്തിയ പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് 8 മണിക്കൂർ തൊഴിലും 8 മണിക്കൂർ വിശ്രമവും അതേപോലെ തന്നെ 8 മണിക്കൂർ വിനോദവും പഠനവും എന്നുള്ളതായിരുന്നു. ഇത് ചെറിയൊരു മുദ്രാവാക്യമായിരുന്നില്ല, പക്ഷേ അത് അന്നത്തെ തൊഴിലാളിക്ക് ഒരു സ്വപ്നമായിരുന്നു. കാരണം അവരതിനെ മുദ്രാവാക്യമായി പോലും കണ്ടിരുന്നില്ല. അങ്ങനെ മുദ്രാവാക്യമായി പോലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും കാലഘട്ടവും അല്ലായിരുന്നു ആ കാലഘട്ടം. ഇന്നതൊരു മുദ്രാവാക്യമല്ലായിരിക്കാം, ഏറിയ പങ്കും യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ അന്ന് അതല്ലായിരുന്നു. അന്ന് തൊഴിലാളിക്ക് അതൊരു മുദ്രാവാക്യമല്ലായിരുന്നു, അതൊരു സ്വപ്നമായിരുന്നു. കാരണം തങ്ങൾക്ക് അതൊരു മുദ്രാവാക്യമായി പോലും തോന്നിയിരുന്നില്ല. തൊഴിലാളി കണ്ടിരുന്ന സ്വപ്നമായിരുന്നു 8 മണിക്കൂർ തൊഴിലെന്നുള്ളതും 8 മണിക്കൂർ വിശ്രമം എന്നുള്ളതും 8 മണിക്കൂർ പഠനവും വിനോദവും എന്നുള്ളത്. 1886-ല് ഷിക്കാഗോ തെരുവില് ഒരു സമരം നടത്തുകയുണ്ടായി. തൊഴിലാളികൾ ഒരു വലിയ റാലിയും നടത്തി. ആ റാലിക്ക് ശേഷം തൊഴിലാളി നേതാക്കൾ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ആ പ്രസംഗമെല്ലാം കഴിഞ്ഞ് തൊഴിലാളികൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഏതോ ഒരു അജ്ഞാതൻ വന്ന് തൊഴിലാളികൾക്ക് നേരെ ബോംബെറിയുകയാണ് ഉണ്ടായത്. ആ ബോംബേറിന് ശേഷം പോലീസ് അക്രമം അഴിച്ചുവിടുകയും വെടിവെപ്പ് ഉണ്ടാകുകയും അതിന്റെ ഭാഗമായി തൊഴിലാളി നേതാക്കളും തൊഴിലാളികളും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് തൊഴിലാളി നേതാക്കളും തൊഴിലാളികളും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഈ ഒരു കൂട്ടക്കൊലയെ ഹേമാർക്കറ്റ് കൂട്ടക്കൊല എന്ന് ചരിത്രം വിശേഷിപ്പിച്ചു. അതിനുശേഷം 1889-ല് മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുവാനും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആചരിച്ചത് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ മദ്രാസിലായിരുന്നു. 1921-ലായിരുന്നു മെയ് ദിനം ആഘോഷവും അതേപോലെ തന്നെ മെയ് ദിന റാലിയും മെറീന ബീച്ചിൽ നടന്നത്. ഇന്ത്യയിലെ അന്നത്തെ മെയ് ദിന റാലിക്ക് നേതൃത്വം കൊടുത്തത് ശിങ്കാരവേല ചെട്ടിയാരായിരുന്നു. പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാറുന്ന സാഹചര്യവും ഉണ്ടായി. ഇന്ന് ലോകത്തിലെ 100ഓളം രാജ്യങ്ങളിൽ മെയ് 1-ന് മെയ് ദിനം ആഘോഷിക്കുകയും അതേപോലെ തന്നെ പൊതു അവധിയുമാണ്. ഈ സമരത്തിന്റെ എല്ലാം ഭാഗമായിട്ട് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന് തൊഴിലാളികളുടെ അവകാശങ്ങളെ അംഗീകരിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി.
ഇന്ന് നമുക്ക് അഭിമാനത്തോടെ തൊഴിലിടങ്ങളിൽ തൊഴിലെടുക്കുവാനും അതേപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും പറ്റുന്നത് 1886 മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് മുതൽ തുടങ്ങിയ തൊഴിലാളി പ്രക്ഷോഭങ്ങളിലൂടെ നിരവധി ആളുകളുടെ ജീവൻ ബലിയർപ്പിച്ച് രക്തസാക്ഷികളായതിന്റെ ഭാഗമായിട്ടാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മെയ് ദിനാശംസകൾ നേരുന്നു. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.